ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ പോയി എന്നുള്ളൊരു ഭയങ്കര ലോസായിരുന്നു എനിക്ക്. അച്ഛനാണ് എന്നോട് ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരാൾ എന്നോട് ചോദിക്കുന്നത് നിൻ്റെ പ്ലാൻ എന്താണ് എന്ന് ചോദിക്കുന്നത്. എന്തെങ്കിലും ഇത്തിരി പൈസ ഉണ്ടാക്കിയിട്ടേ നമ്മൾ ഒരു ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛനെ കൊടുക്കണമെന്നൊരു ഒരാഗ്രഹം നടന്നില്ല. എൻ്റെ ബിസിനസ്സിൻ്റെ ഏറ്റവും തിരക്കുള്ള സമയമായിരുന്നു. നമുക്ക് പിന്നീട് എപ്പോഴും ചെയ്തെടുക്കാമെന്ന് പറയാൻ പറ്റുമോ? ബിസിനസ് വേണമെങ്കിൽ രണ്ടാമത് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അത് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലോസ് അല്ലേ. ഇന്ന് നമ്മൾ കൂടുതൽ ഫ്രീഡം എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ആക്ച്വലി വി ആർ അണ്ടർ മോർ കൺട്രോൾ. പണ്ടത്തെക്കാളിലും കൂടുതൽ കൺട്രോളിലാണ്. നിങ്ങൾക്ക് ബ്ലഡ് റിപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ഡേറ്റ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു. ഈ ഡേറ്റ എങ്ങോട്ട് പോകുന്നു, ഇതാര് യൂസ് ചെയ്യുന്നു, ഇതാർക്ക് വിൽക്കുന്നു. സപ്പോസ് എൻ്റെ ഡേറ്റ, എൻ്റെ ഹെൽത്ത് ഡേറ്റ എൻ്റെ ഓണർഷിപ്പ് ആണെങ്കിലോ ഇത് കേൾക്കുമ്പോൾ അതിശയോക്തിയായിട്ട് തോന്നിയെന്ന് വരാം. പക്ഷേ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു 60 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്ക് പാർട്ടിസിപ്പൻസെങ്കിലും വരുന്നൊരു ഇവൻ്റാണ്. ഇന്നും ആൾക്കാർ അത് ആ പ്രോഗ്രാം എൻ്റെ അന്ന് പലർക്കും അറിയത്തില്ല. ഈ വർഷം ഇപ്പം ഡിസംബർ 12-13 നടക്കാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം ക്യൂറേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഏറ്റുമാനൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ച ഒരാൾക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് അവിടെ ഇരുന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാലമായിരുന്നു. വിസ്മയങ്ങളുടെ കാലം. അപ്പോൾ ഇത്തരത്തിലുള്ള കോയിൻസിഡൻസുകളിൽ കൂടിയാണ് നമ്മൾ പലയിടത്തേക്ക് എത്തുന്നത്. അത് ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം അടുത്ത് എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചില ആൾക്കാരുണ്ട് 50 വയസ്സ് കഴിയുമ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് വല്ലതും ചെയ്യാമായിരുന്നു പറയും. യു വാണ്ട് ടു റിയലി ഡു എ ബിസിനസ്, യു ഹാവ് ടു മീറ്റ് പീപ്പിൾ, ഗെറ്റ് റിജക്ഷൻസ്. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു.